രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ളവരുടെ കേസുകൾ തന്നെ പറഞ്ഞുകൊണ്ട് അവർക്കെതിരായി ഉയർന്നിരിക്കുന്ന ആക്ഷേപങ്ങൾ പറഞ്ഞുകൊണ്ട് ഭരണപക്ഷം തിരിച്ചടിക്കും എന്ന കാര്യം ഉറപ്പാണ്. അപ്പോഴെല്ലാം ഞങ്ങളിൽപ്പെട്ടവനല്ല എന്ന് പറയുകയും മറുഭാഗത്തു നിന്നും AK ശശീന്ദ്രനും മുകേഷും പോലെ ആരോപണം നേരിടുന്നവരുടെ കാര്യങ്ങൾ പ്രതിപക്ഷത്തിന് എടുത്തു കാണിക്കാനും കഴിയും. പക്ഷേ അപ്പോഴും രാഹുൽ മാങ്കൂട്ടം എന്നത് ഒരു കാലത്ത് സസ്പെൻഷൻ നേരിടുന്നതിന് മുമ്പുള്ള സമയം വരെ കോൺഗ്രസിന്റെ നാവായിരുന്നു. കോൺഗ്രസിന്റെ വക്താവിനേക്കാൾ വലിയ ചുമതലകൾ വഹിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരുന്നു കൊണ്ട് പാർട്ടി നയങ്ങൾ വിശദീകരിച്ചിരുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടം. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പെട്ടെന്നൊന്നും കൈയൊഴിഞ്ഞു കളയാൻ കോൺഗ്രസിനും സഭയ്ക്കുള്ളിൽ കഴിയില്ല എന്നുള്ളതാണ്. രാഹുലിനായി പ്രതിരോധം തീർക്കാൻ കോൺഗ്രസ് മുന്നിഞ്ഞേക്കില്ല. പക്ഷേ അപ്പോഴും ആരോപണങ്ങൾ വരുന്നത് കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും നേരെയായതിനാൽ തന്നെ സ്വാഭാവികമായും അവിടെയൊക്കെ പ്രതിരോധം തീർക്കേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത. അത് രാഹുലിനായല്ല, പാർട്ടിക്കായും പ്രതിപക്ഷത്തിന് സ്വന്തം നിലയ്ക്കുമുള്ള പ്രതിരോധങ്ങൾ തീർക്കേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത. അതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ എൻട്രി രാഹുലിന് വേണമെങ്കിൽ മാസ് എൻട്രിയൊക്കെയായി അവതരിപ്പിക്കാം. രാഹുൽ അനുകൂലികൾക്ക് സോഷ്യൽ മീഡിയയിലും സൈബർ കേന്ദ്രങ്ങളിലും ആഘോഷിക്കാൻ കഴിയുമെങ്കിലും അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് രാഷ്ട്രീയമായി സഭയ്ക്കുള്ളിൽ ഈ ദിവസങ്ങളിൽ പ്രതിസന്ധിയിലായിരിക്കും എന്ന കാര്യം ഉറപ്പാണ്. അവിടെയാണ് പ്രതിപക്ഷ നേതാവ് നേരത്തെ സ്വീകരിച്ച അതൃപ്തിയുള്ളത്. അദ്ദേഹം ഇപ്പോഴും കടുത്ത നിലപാടിൽ തന്നെയാണ്. രാഹുലിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണ്. ആ നിർബന്ധത്തിന് വഴങ്ങിയായിരുന്നു പാർലമെന്ററി പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തുന്ന വിവരം ഔദ്യോഗികമായി സ്പീക്കറെ അറിയിക്കാനുള്ള അനുമതി അടക്കം നൽകിയത്. അവിടെ പ്രതിപക്ഷ നേതാവിന്റെ ഒരു കടുംപിടുത്തമുണ്ടായിരുന്നു. ആ കടുംപിടുത്തത്തെ കൂടി തള്ളിക്കൊണ്ട് അതിനോടുള്ള വിയോജിപ്പ് കൂടി തനിക്ക് കിട്ടിയ ആദ്യ അവസരത്തിൽ പറയാതെ പ്രകടിപ്പിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം സഭയിലേക്കുള്ള വരവിലൂടെ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അമൃത, സാജു ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ എതിർപ്പ് ഉൾപ്പെടെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ തള്ളിക്കൊണ്ടാണ് ഇന്നിപ്പോൾ സഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കടന്നുവരവ് അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു പ്രവൃത്തി, രാഹുലിന്റെ ഈ ഒരു പ്രവൃത്തി, അത് ഈ സോക്കോൾഡ് പറയുന്നത് പോലെ മറ്റൊരു വിഭാഗമുണ്ടല്ലോ, രാഹുലിനെ എതിർക്കുന്ന ഒരു വിഭാഗമുണ്ടല്ലോ, അവർക്ക് കൂടുതൽ എതിർപ്പുണ്ടാക്കാനല്ലേ ഇടയാക്കൂ? സ്വാഭാവികമായി തന്നെ അങ്ങനെ എതിർപ്പുണ്ടാക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഒക്കെ ഉണ്ട്. രാഹുൽ എത്തിയത് നമുക്കറിയാം. രാഹുലിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും കൂടി സസ്പെൻഡ് ചെയ്യപ്പെട്ടിരുന്നെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായ നേമം ഷെജീറിന് ഒപ്പം തന്നെയാണ് എത്തിച്ചേർന്നത്. നിയമസഭയിലേക്ക് വരുമ്പോൾ ആ യാത്രയിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് നേമം ഷെജീർ കൂടി രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു. അതായത് പാർട്ടി പദവികളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചെങ്കിലും യൂത്ത് കോൺഗ്രസിലെയും ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ചുകൊണ്ട് ഒപ്പമുണ്ട് എന്നതിന്റെ കൂടുതൽ തെളിവായി മാറുകയാണ്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി എന്ന് കോൺഗ്രസ് നേതൃത്വം പറയുന്ന അത്തരത്തിലൊരു കത്ത് സ്പീക്കർക്ക് നൽകിയ സംഭവത്തിൽ അദ്ദേഹത്തിനൊപ്പം എത്തുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റാണ്. പിന്നെ എങ്ങനെ കോൺഗ്രസ് നേതൃത്വം സംരക്ഷിക്കുന്നില്ല എന്ന വാദം ഉന്നയിച്ചാൽ നിൽക്കുമെന്ന ചോദ്യം കൂടിയുണ്ട്. നിയമസഭയിലേക്കുള്ള യാത്രയിൽ രാഹുൽ മാങ്കൂട്ടത്തെ അനുഗമിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായിരുന്ന നേമൻ ഷെജീറാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഒരു വശത്തുകൂടി കോൺഗ്രസ് നേതൃത്വം VD സതീശന്റെ കടുംപിടുത്തത്തിന് വഴങ്ങിക്കൊണ്ടാണ് എങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അടക്കം പുറത്താക്കി പാർലമെന്ററി പാർട്ടിയിൽ നിന്നും നീക്കം ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിന് MLA എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ വ്യക്തിപരമായി നിർവഹിക്കാം, അതിൽ പാർട്ടിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധമില്ല എന്നൊക്കെ പറയുമ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനാണ് അനുഗമിച്ചെത്തിയെങ്കിൽ ഒരു സംരക്ഷണ വലയം കോൺഗ്രസ് തീർക്കുന്നില്ല എന്ന് എങ്ങനെ കോൺഗ്രസിന് സൂചിപ്പിച്ചതുപോലെ തന്നെ തങ്ങൾ സംരക്ഷിക്കില്ല എന്ന് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നുണ്ട് നേതാക്കൾ. അതിനിടയിലാണ് ഇന്നിപ്പോൾ സഭയിലേക്ക് വരുമ്പോൾ യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അദ്ദേഹത്തിനെ അനുഗമിച്ചുകൊണ്ട് അവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ പ്രതിരോധത്തിലാവുകയല്ലേ കോൺഗ്രസ് ഈ വിഷയത്തിൽ? കോൺഗ്രസ് ഈ വിഷയത്തിൽ കൂടുതൽ പ്രതിരോധത്തിലാകും ഈ നടപടികളിലൂടെ എന്ന കാര്യം ഉറപ്പാണ്. ഇനി നിയമസഭാ സമ്മേളനം കഴിഞ്ഞ ശേഷമായിരിക്കും, ഇന്നത്തെ നടപടികൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നേതാക്കൾ പുറത്തേക്ക് വരിക. അവരോട് നമുക്ക് ഉന്നയിക്കാനുള്ള ചോദ്യവും ഇതാണ്. രാഹുലിനെ സംരക്ഷിക്കില്ല എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന് മുന്നിൽ ഞങ്ങൾ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള അടവ് തന്ത്രം മാത്രമാണോ? എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം എന്ന പാർട്ടി സസ്പെൻഡ് ചെയ്ത പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ലാത്ത MLA എന്ന് പ്രഖ്യാപിച്ച ആൾക്കൊപ്പം അനുഗമിച്ച
ഉപയോഗിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് എത്തുന്നതെന്ന ചോദ്യമുണ്ട്. അവിടെ യൂത്ത് കോൺഗ്രസ് സംരക്ഷിക്കുന്നില്ലേ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ വി ഡി സതീശൻ എന്ന വ്യക്തിയുടേതു മാത്രമാണോ രാഹുൽ മാങ്കൂട്ടത്തോടുള്ള എതിർപ്പ് എന്നതിനുകൂടി കോൺഗ്രസ് നേതൃത്വം ഉത്തരം പറയേണ്ട ഘട്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് നേതൃത്വം സംരക്ഷിക്കുന്നില്ലെങ്കിൽ പിന്നീട് എന്തിനാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തെ അനുഗമിക്കുന്നത് എന്ന ചോദ്യമുണ്ട്. അപ്പോൾ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്ത ഒരാൾക്കൊപ്പം ഇങ്ങനെ സംരക്ഷണ കവചം തീർത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ പോകേണ്ടതുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം ഉത്തരം നൽകേണ്ടി വരും എന്നുള്ളതാണ്. അവിടെ പ്രതിപക്ഷ നേതാവ് കൂടി കുറെ കൂടി ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റിയുള്ള മറുപടികൾ നൽകേണ്ടി വരും. തന്റെ അതൃപ്തിയും അല്ലെങ്കിൽ തങ്ങളിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞത് അവിടം കൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ മാത്രം നിലപാടാണോ അത് എന്ന ചോദ്യത്തിനു കൂടി ഇനി വി ഡി സതീശനും ഉത്തരം പറയേണ്ടി വരും. കാരണം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ എത്തുമ്പോൾ അതിനൊരു ഔദ്യോഗിക സ്വഭാവം വരുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിനാൽ തന്നെ യൂത്ത് കോൺഗ്രസും ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തെ ഇപ്പോഴും സംരക്ഷിക്കുന്ന നിലപാടാണോ പാർട്ടിക്കുള്ളത് എന്ന കാര്യം യൂത്ത് കോൺഗ്രസ് നേതൃത്വം കൂടി വിശദീകരിക്കേണ്ടത് ഉണ്ട്. അമൃത.